അപ്പോൾ നമ്മൾ ഇതുപോലെ കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? P implies Q or R equivalent to negation R. P implies Q. P യും Q വും ആണ്. പിന്നെ ബ്രാക്കറ്റിലുള്ളത് എന്തൊക്കെയാണ് ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ളത്? Q or R കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ P implies Q or R കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഇവിടെയാണുള്ളത് നെഗേഷൻ R കണ്ടുപിടിക്കണം. P implies Q കണ്ടുപിടിക്കണം. നെഗേഷൻ R implies P implies Q. ഇതാണ് നമ്മുടെ കോളത്തിന്റെ വരുന്ന ഹെഡിങ്സ് വരിക അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് നോക്കാം. PQR ഞാൻ ആ ഓർഡർ പറഞ്ഞിരുന്നു. ആദ്യത്തെ 4 എണ്ണം 0, ലാസ്റ്റ് 4 എണ്ണം 1 ഇട്ടു. പിന്നെ 0 0 0 1 1 0 1 1 ഈ ഒരു ഓർഡർ ഫോളോ ചെയ്തു. അപ്പൊ ഇതന്നെ ഒന്നും കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് കിട്ടി. ഓർ മീൻസ് ഏതെങ്കിലും ഒന്ന് 1 ആയാൽ മതി. അപ്പൊ ഇവിടെ 1 കിട്ടി, സോ ഇവിടെ 1 എഴുതി. ഇവിടെ 1 കിട്ടി, അതുകൊണ്ട് ഇവിടെ 1 എഴുതി. ഇവിടെ 2 1 വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് 1 ആയി. ഇവിടെയും 1 കിട്ടിയിട്ടുണ്ട്, ഇവിടെയും 1 കിട്ടിയിട്ടുണ്ട്, ദെൻ ഇവിടെയും 1 ഉണ്ട് അല്ലേ? ഈ P implies Q or R. അപ്പൊ P നി നോക്കണം, Q or R എന്നുള്ള ആ ഒരു കോളം കൂടി നോക്കണം. അപ്പൊ P ഉണ്ട്, Q or R. അവിടെ നമ്മൾ 1 0 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1 0 നമുക്ക് എവിടെ വന്നു? 1 0 ഇവിടെ കിട്ടി, അപ്പൊ ഇത് 0 ആയി. പിന്നെ 1 0 എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതൊഴിച്ച് ബാക്കിയൊക്കെ 1. നെഗേഷൻ R മീൻസ് ഇവിടെ R എന്താണ് എഴുതിയ അതിന്റെ ഓപ്പോസിറ്റ് എഴുതണം. അതെല്ലാം നമുക്ക് ഇവിടെയും കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താണ്? P implies Q ആണ് അടുത്തത് വരണത്. അപ്പൊ P നി Q നി നോക്കി, ഇവിടെ 1 0 എവിടെ വരണത് നോക്കി, ഇതാ 1 0 ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതും കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടെണ്ണത്തിലാണ് എന്ത് വരിക? 0 വരിക. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് നെഗേഷൻ R implies P implies Q. അപ്പൊ അതില് നെഗേഷൻ Rലും P implies Qലും ഞാൻ 1 0 എവിടേക്ക് വരണേ നോക്കി, അത് ഇവിടെ കിട്ടി. പിന്നെ എവിടെയും ഇല്ല. അപ്പൊ ഇത് 0, ബാക്കിയൊക്കെ 1. അതിനല്ലേ നമുക്ക് ഈ രണ്ടും സെയിം ആണ് കിട്ടിയ, അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഇക്വാലന്റ് എന്ന് പറയാം. അടുത്തത് 6 മാർക്കിന് ഡിസംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. P and negation Q or R, P or Q and negation R ലോജിക്കലി ഇക്വാലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇക്വാലന്റ് ആണോ അല്ലേ നോക്കണം. എപ്പോഴും ഇക്വാലന്റ് ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ PQR എഴുതി. ഇതിലിപ്പോ എന്തൊക്കെ കാണണം? നെഗേഷൻ Q വരുന്നുണ്ട്, നെഗേഷൻ R വരുന്നുണ്ട്. പിന്നെന്താ ബ്രാക്കറ്റിലുള്ള ആള് നെഗേഷൻ Q or R എഴുതി. P and നെഗേഷൻ Q or R എഴുതി. പിന്നെന്താ Q and നെഗേഷൻ R എഴുതി ബ്രാക്കറ്റിലുള്ളത്. P or Q and നെഗേഷൻ R എഴുതി. നമുക്ക് നോക്കതോ ഇതല്ലാന്നാണ് നമുക്ക് കിട്ടാൻ പോണത്. അപ്പൊ ആദ്യം നെഗേഷൻ Qന്റെ നേരെ ഓപ്പോസിറ്റുകൾ എഴുതി. ഇത് 1 ആയി, 1 ആയി, 0 0 വീണ്ടും 1 1 0 0. നെഗേഷൻ R ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. 1 0 1 0 1 0 1 0 എന്ന് പറഞ്ഞ് പോയി. ഈ നെഗേഷൻ Q or R ചെയ്യുന്ന സമയത്ത് നെഗേഷൻ Q ഉണ്ട്, R ഉണ്ട് കയ്യില്. ഏതെങ്കിലും ഒന്ന് 1 ആയി നമുക്ക് 1 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 1 കിട്ടി, ഇത് 0 ആയി, ഇവിടെ 1 വന്നു, അതുകൊണ്ട് ഇത് 1 ആയി. പിന്നെ ഇവിടെ 1 വന്നു, സോ ഇവിടെ 1 ആയി. ഇവിടെ 2 1 ഉണ്ട്, ഒരു 1 മതി, 1 ആയി. ഇവിടെ 2 0 ആയതുകൊണ്ട് 0 ആണ്. ആൻഡ് ഇവിടെ 1 കിട്ടി, അതുകൊണ്ട് ഇത് 1 ആയി. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഈ P ആൻഡ് നെഗേഷൻ Q R. നമുക്ക് ആൻഡിന്റെ അറിയാം, 2 1 ആയാൽ മാത്രമാണ് എന്ത് വരുള്ളൂ? 1 വരുള്ളൂ. അപ്പൊ P ആൻഡ് നെഗേഷൻ Q R. അപ്പൊ ഇതുവരെ നോക്കണ്ട, കാരണം ഈ ടേം ഫുള്ള് 0 ആണ്. പിന്നെ നമുക്ക് 1 അവിടെ കിട്ടി, ഇവിടെ 1 കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതും 1 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതില് നമുക്ക് 1 0 വന്നിട്ടുണ്ട്, ഇവിടെ 3 1 കിട്ടി. ഇനി Q ആൻഡ് നെഗേഷൻ R. Qനെയും നെഗേഷൻ Rനെയും നമുക്ക് നോക്കണം. ഇവിടെ 3 1 ആണ് കിട്ടിയേക്കണേ. Q ആൻഡ് നെഗേഷൻ R. ഇതാ Q ഉണ്ട്, നെഗേഷൻ R ഉണ്ട്. 2 വട്ടം 1 എവിടെയൊക്കെ വരുന്നുണ്ട് നോക്കണം. ഇവിടെ 2 വട്ടം 1 വരുന്നുണ്ട്. അല്ല, തെറ്റി, ഇതല്ല കോൾ, ഇതാണ്. അപ്പൊ ഇവിടെ 1 0 തന്നെയാ. ഇനി ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ കിട്ടിയിട്ടുണ്ട് Q നെഗേഷൻ Rല് 2 വട്ടം 1. പിന്നെ എവിടെ ഉണ്ട്? ഇവിടെ 2 വട്ടം 1 വന്നിട്ടുണ്ട്. അപ്പോ ഈ
വണ്ണും ഇത് വണ്ണും കിട്ടി. ഇനി എന്താ വേണ്ടേ? പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ആറ്. അപ്പൊ പിന്റെ നോക്കണം, ക്യൂ ഓർ നെഗേഷൻ ആറ് നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ പിയുടെ. പിന്നെ ഏതുള്ള ക്യൂ ആൻഡ് നെഗേഷൻ ആറ്. ഇത് നോക്കണം. എവിടെയെങ്കിലും വണ്ണ് വന്നാൽ മതി. ഇപ്പൊ ഇതില്ല, ഇവിടെ വണ്ണ് വന്നു, ഇവിടെ വന്നു. അവിടുന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇവര് സെയിം അല്ലാന്ന് കിട്ടി. അപ്പൊ എപ്പോഴും സെയിം ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പിന്നെന്താ നമുക്ക് നോക്കാനുള്ള? ഇവിടെ 0 ആണ്, ഇവിടെ എല്ലാം ഫുള്ള് വണ്ണായതുകൊണ്ട് ഇത് ഓറാണല്ലോ. നമുക്ക് എന്താ ഇതൊക്കെ വണ്ണെന്ന് എടുത്ത് എഴുതാം. അപ്പൊ എപ്പോഴും എന്താണ് ഇത് മനസ്സിലാവണത്? എപ്പോഴും ഈക്വലന്റ് ആണോ എന്നുള്ള ചോദ്യത്തിൽ ഈക്വലന്റ് ആവണം നിർബന്ധമില്ല. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാണ് ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇഫ് തന്നെ നമുക്കറിയാം അതെന്താണ്? ഇംപ്ലൈസ് ആണ്. നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ആദ്യം നമുക്ക് പറയണത് എന്താണ്? 1 + 1 = 3. അത് കറക്റ്റ് ആണോ? 1 + 1 3 അല്ലല്ലോ, അത് ഫോൾസ് ആണ്. ദെൻ ഇഫ് തന്നെ ആയതുകൊണ്ടാണ് ഇംപ്ലൈസ് ഇട്ടേക്കണത്. 2 + 2 4. ഇപ്പൊ നമുക്കറിയാം ഇംപ്ലൈസിൽ 2 0 വന്നാലും എന്താണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ട്രൂ ആണ് അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 10 ആലോചിച്ച് വെക്കാൻ. അപ്പൊ 1 0 വന്നാൽ മാത്രമാണ് എന്ത് ഫോൾസ് വരുള്ളൂ. 0 0 ഒന്നും നമുക്ക് എന്തല്ല, പ്രശ്നമല്ല. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷന് ഇവിടെ 1 + 1 3 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. മങ്കി ക്യാൻ ഫ്ലൈ എന്ന് പറയുന്നതും ഫോൾസ് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇപ്പൊ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫിന്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. 0 0 വന്നു കഴിഞ്ഞാൽ 1 തന്നെയാണ്. 1 1 വന്നാലും ആണ്. സെയിം വന്നു കഴിഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫിൽ ട്രൂ ആണെന്നറിയാം. അപ്പൊ ഇതെന്തായി? ട്രൂ ആയി. ഇനി 0 1 വലുതാണ്, 2ഉം 1 വലുതാണ്. ഇപ്പൊ ഇവിടെ എന്താ പറയണത്? ആദ്യത്തെ ഫോൾസ് ആണ്, രണ്ടാമത്തെ ട്രൂ ആണ്. അപ്പൊ ഇതെന്താ വരിക? ഇഫ് ആൻഡ് ഓൺലി ഇഫിൽ സെയിം വന്നാലാണ് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടുള്ളൂ? ട്രൂ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്തായി? ഫോൾസ് ആണ്. ഇനി ഇഫും തന്നെയാണ്. 1 + 1 = 2. അപ്പൊ ട്രൂ വന്നു. ഡോഗ്സ് ക്യാൻ ഫ്ലൈ, അത് ഫോൾസ് ആണ്. അപ്പോ ടി ഇംപ്ലൈസ് ഫോൾസ് എന്നാ വന്നേക്കണേ. അതായത് 1 0 ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇംപ്ലൈസിന്റെ കേസിൽ 1 0 വരികയാണെങ്കിൽ അത് 0 തന്നെയാണ്. ഇനി അടുത്തത്, ഇഫ് പി ആൻഡ് ക്യൂ ആർ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെന്റ് and the implication P implies Q is false, determine ട്രൂത്ത് വാല്യൂ ഫോർ ദ ഫോളോയിങ്. എനിക്ക് തന്നിട്ടുള്ളത് P implies Q എന്ന് പറയുന്ന ആള് ഫോൾസ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിന് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ P implies Q ഫോൾസ് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് എന്ത് പറയാം? അങ്ങനെ ഒരു ഒറ്റ കണ്ടീഷനുള്ളൂ. P ട്രൂവും Q ഫോൾസ് ആയാൽ മാത്രമാണ് അത് പറ്റുള്ളൂ അല്ലെ? അപ്പൊ നോക്കൂ, P ആൻഡ് Q എന്താ കിട്ടുക? ഫോൾസ് ആണ് കിട്ടുക. കാരണം P Q ഫോൾസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? P ആൻഡ് Q എന്ന് പറയണത് ട്രൂത്ത് വാല്യൂന്റെ ഫോൾസ് ആണ് കിട്ടുക. അടുത്ത എന്താണ്? നെഗേഷൻ P ഓർ Q. നെഗേഷൻ P എന്ന് പറഞ്ഞ ഫോൾസ് ആവും. കാരണം P ട്രൂ ആണെങ്കിൽ നെഗേഷൻ P എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇവിടെ ഓൾറെഡി ഫോൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫോൾസ് ഓർ ഫോൾസ് എന്ന് പറഞ്ഞ ട്രൂത്ത് വാല്യൂ ഇതും ഫോൾസ് ആ വന്നേ. അടുത്ത നമുക്ക് എന്താ ഉള്ളത്? നെഗേഷൻ Q ഇംപ്ലൈസ് നെഗേഷൻ P. Q എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പൊ നെഗേഷൻ Q ട്രൂ ആണ്. P എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പൊ നെഗേഷൻ P ഫോൾസ് ആണ്. വീണ്ടും വന്നു 1 0 വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരിക? ഫോൾസ് എന്നാണ് വരിക. അത്രേ ഉള്ളൂ ഇത്. ഇനി നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ ഇതാ. നമ്മൾ ഇതിന്റെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇതിന്റെ ഈ ഒരു സോറിന്റെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലെന്താ പറഞ്ഞേക്കണത്? രണ്ടും കൂടി ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി, രണ്ടിലും ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ എന്തായിരുന്നു എന്ന് ഓർക്കണുണ്ടോ? അതായത് 1 0 വന്നു കഴിഞ്ഞാൽ 1, 0 1 വന്നാലും 1, ബാക്കിയുള്ള ഏത് കണ്ടീഷനിലും 0 വരും. അപ്പൊ ഞാൻ P യും Q എഴുതി. ഇത് 0 0 1 1 എഴുതി, 0 1 0 1 എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട്? P if and only if Q, നെഗേഷൻ P വേണം, Q വേണം, നെഗേഷൻ P if and only if Q വേണം, പിന്നെ ലാസ്റ്റ് ഇത് വേണം. അപ്പൊ നമ്മൾ നോക്കുമ്പോ
P if and only if Q. ഇത് സെയിം ആണെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതും. അപ്പൊ ഇവിടെ 1 ആയി, ഇതും 1 ആയി, ബാക്കിയൊക്കെ രണ്ടും 0. നെഗേഷൻ P എന്ന് പറഞ്ഞാൽ Pന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ Pന്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്ത് വന്നു? 1 1 0 0 എന്ന് വന്നു. ഇനി Qന്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ 1 0 1 0 എന്ന് കിട്ടി. പക്ഷെ Qന്റെ ഓപ്പോസിറ്റ് നമുക്ക് വേണ്ടല്ലോ. ഇനി അടുത്ത വേണ്ടത് നെഗേഷൻ P if and only if Q. അപ്പൊ നെഗേഷൻ P നി നോക്കണം, Qനി നോക്കണം. നെഗേഷൻ P നി നോക്കി, Qനി നോക്കി. രണ്ട് സെയിം എപ്പോഴാ വരണേ? ഇവിടെ രണ്ട് സെയിമാ വരണത്, പിന്നെ ഇവിടെ രണ്ട് സെയിമാ വരണേ, ബാക്കി ഡിഫറെന്റ് ആണ്. അപ്പോ 0 1 1 0 എന്ന് കിട്ടി. ലാസ്റ്റത്തേല് നമ്മൾ ആര് നോക്കണം? ഇപ്പൊ ലാസ്റ്റത്തേല് നമ്മൾ ആര്? ഇവിടെ നെഗേഷൻ P ഉണ്ട് കേട്ടോ. ലാസ്റ്റത്തേല് negation അല്ല, P if and only if Q, or negation P if and only if Q. അപ്പൊ നമ്മൾ ആര് നോക്കണം? P if and only if Q നെ നോക്കണം, ഈ ഒരു കോളം നോക്കണം, പിന്നെ ഇതും നോക്കണം. negation P if and only if Q. ഇതിൽ ഏതെങ്കിലും ഒന്ന് 1 വന്നു കഴിഞ്ഞാൽ 1 ആവും. അപ്പൊ ഇതിൽ 1 ആയി, ഇത് രണ്ടും 1 ആയതുകൊണ്ട് അതും 1 ആയി, ഇതിൽ ഇത് 1 ആയതുകൊണ്ട്. അപ്പൊ ഇത് എന്താ സാധനം? ശരിക്ക് ആക്ച്വലി ഇതൊരു ടോട്ടോളജി ആണ്. ഇനി നമുക്ക് മെയ് 2025 നമ്മുടെ പേപ്പറിൽ ചോദിച്ചത്, നമ്മുടെ പേപ്പറിൽ എന്താ ചോദിക്കുന്നത്? P or Q, P negation of P and Q, negation P or negation Q. ഓർക്കുണ്ടത് എന്താ അതിന്റെ പേരെന്ന്? ഡി മോർഗൻ ലോ. അത് നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ P Q എഴുതി, P ആൻഡ് Q എഴുതി, നെഗേഷൻ എഴുതണം. P Q എഴുതുമ്പോൾ രണ്ടും 1 ആയാൽ മാത്രം 1 ആയി, ബാക്കിയൊക്കെ 0. ഇതിന്റെ നെഗേഷൻ എഴുതുമ്പോൾ ഇത് 1 ആയി 1 ആയി 1 ആയി, ഇത് 0 ആയി. അടുത്ത നമുക്ക് വേണ്ടത് നെഗേഷൻ Pയും നെഗേഷൻ Qവും ഓറും. അപ്പൊ നെഗേഷൻ P എഴുതുമ്പോൾ 1 1 0 0 എന്ന് വന്നു. നെഗേഷൻ Q എഴുതുമ്പോൾ 1 0 1 0 എന്ന് വന്നു. നെഗേഷൻ P ഓർ നെഗേഷൻ Q എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് 1 വന്നാൽ മതി. ഇതിലിപ്പോ ഇത് വന്നു, പിന്നെ ഇവിടെ 1 വന്നു, ഇത് 0 ആയി. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു കോളം ഈ ഒരു കോളം സെയിം ആയതുകൊണ്ട് ഇത് ലോജിക്കലി ഇക്വാലന്റ് എന്ന് എഴുതണം. ഇത് ഏതാ മാർക്ക് എടുത്ത്? ഇതിലൊരു മാർക്ക് ഉണ്ട്. ഡിറ്റർമിൻ ഓൾ ട്രൂ വാല്യൂ അസൈൻമെന്റ്സ് ഇഫ് any for primitive statement PQRST that make statement. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് Pന്റെ Qന്റെ Rന്റെ ഒക്കെ അവസ്ഥ എന്താന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ കുറേ അങ്ങോട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്, ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യണത്. മറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ഒരു പാരഗ്രാഫ് തന്നിട്ട് ഈസ് ദിസ് ലോജിക്കലി ഇക്വാലന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം അങ്ങോട്ട് വരും. അപ്പൊ അതിന് മുന്നേ നമ്മൾ തയ്യാറാക്കുന്നതാണ് ഇത്. കാരണം അവിടെ കുറച്ച് ചിന്തിക്കാനും ലോസ് ഒക്കെ അപ്ലൈ ചെയ്യാനും ഉണ്ടല്ലോ. അപ്പോൾ P and Q and R implies S or T എന്ന് പറയുന്ന ആള് ഫോൾസ് ആന്ന് പറഞ്ഞു. നമുക്ക് ഇത് ഫോൾസ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടുന്ന് മനസ്സിലായി? ഇത് ട്രൂ ആയിരിക്കും, ഇത് ഫോൾസ് ആയിരിക്കും. ഇപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? S or T ഫോൾസ് ആവണമെങ്കിൽ രണ്ട് ഫോൾസ് ആയാലേ പറ്റുള്ളൂ. അപ്പൊ S ഫോൾസ്, T ഫോൾസ് ആന്ന് കിട്ടി. ഇനി ഇത് ട്രൂ ആണെങ്കിൽ എന്താണ്? ഇത് ട്രൂ ആയി കിട്ടണമെങ്കിൽ എല്ലാം ട്രൂ ആയേ പറ്റുള്ളൂ. അപ്പൊ P ട്രൂ, Q ട്രൂ, R ട്രൂ. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, Qന് ട്രൂത്ത് വാല്യൂ 1 ആണ്. ഡിറ്റർമിൻ ഓൾ ട്രൂത്ത് വാല്യൂ. Qന് ട്രൂത്ത് വാല്യൂ 1 ആണ്. ഡിറ്റർമിൻ ഓൾ ട്രൂത്ത് വാല്യൂ അസൈൻമെന്റ് ഫോർ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെന്റ് PRS ഫോർ എ വോൾ ട്രൂത്ത് വാല്യൂ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? Qന് 1 ആന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് മൊത്തത്തിൽ ട്രൂ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാം? Q implies ഈ ഒരു ടേം ആൻഡ് ഈ ഒരു ടേം. അപ്പൊ ഇവിടെ ട്രൂ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q implies Q ട്രൂ ആന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ Q ട്രൂ ആണെങ്കിൽ ഇതെന്തായേ പറ്റുള്ളൂ? ഇത് ട്രൂ ആയേ പറ്റുള്ളൂ. അപ്പൊ ഏത് ട്രൂ? നെഗേഷൻ P or R ആൻഡ് നെഗേഷൻ S എന്ന് പറയുന്നത് ട്രൂ ആണ്.
അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, എസ് എന്തായിരിക്കും, നെഗേഷൻ എസ് ട്രൂ ആ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി, അതായത് എസ് ഫോൾസ് ആന്ന് കിട്ടി. ഓക്കെ, എസ് ഈസ് 0, എസിന് 0 കൊടുത്തു. ഓൾറെഡി നമുക്ക് ക്യൂന് 1 ആന്ന് കിട്ടി, എസിന് എന്താന്ന് കിട്ടി, 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്, നെഗേഷൻ പി ഓർ ആറിന്റെ വാല്യൂ എന്താണ്, അതും 1 ആണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കറിയില്ല. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് നോക്കി നോക്കാം. നെഗേഷൻ എസ് ഇംപ്ലൈസ് നെഗേഷൻ ആർ ആൻഡ് ക്യൂ. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം, ഇത് മൊത്തത്തിൽ എന്താണ്, ട്രൂ ആണ്. എസ് നമുക്ക് ഫോൾസ് ആന്ന് അറിയണോണ്ട് ഇത് എന്തായേ പറ്റുള്ളൂ, ഇത് ട്രൂ ആണ്. ഇത് ട്രൂ ആണെങ്കിൽ ഇത് ഫോൾസ് ആയിരുന്നെങ്കിൽ 1 0 വരികയാണെങ്കിൽ 0 അല്ലേ വരിക. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ഇത് ട്രൂ ആന്ന് മനസ്സിലായി. അപ്പൊ നെഗേഷൻ ആറ് ആൻഡ് ക്യൂ, അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി, ക്യൂ ഓൾറെഡി ട്രൂ ആണെന്നറിയാം, ആറ് ഫോൾസ് ആന്ന് കിട്ടി. അപ്പൊ ആറ് ഫോൾസ് ആണ്. അപ്പൊ ഇവിടെ നെഗേഷൻ ആറ് ഫോൾസ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ആരായിരിക്കും ട്രൂ വന്നേ പറ്റുള്ളൂ, നെഗേഷൻ പി ട്രൂ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഇവിടുന്ന് പിന്റെ വാല്യൂ എന്തായി, 0 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്കിയുള്ളതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ്. ട്രൂത്ത് വാല്യൂയില് P0, R0,